മകരമഞ്ഞു പെയ്തു തരളമാം കറുക നാമ്പുണർന്നു. പ്രണയമാം പിറാവേ എവിടെ നീ കനവു പോൽ മറഞ്ഞു. അത്തിക്കൊമ്പിലൊരു മൺകൂടു തരാം, അറ്റം കാണാവാനം നിനക്കു തരാം. കുറുകൂക്കാതിൽ തേനോലും നിൻമൊഴികൾ. ഗന്ധർവ സംഗീതത്തിൽ ഫൈനലും സെമി ഫൈനലും ജഡ്ജ് ചെയ്തത് ശരത്തേട്ടനാണ്. സെമി ഫൈനലിൽ LPR വർമ്മ സാറും ശരത്തേട്ടനും, ഫൈനലിൽ രവീന്ദ്ര മാഷും ശരത്തേട്ടനും. അങ്ങനെയായിരുന്നു. അപ്പം ശരത്തേട്ടന് അന്ന് മുതലുള്ള പരിചയമാണ്. അപ്പം എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു എന്താ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചേച്ചിയുടെ വർക്ക് പാടാൻ വന്നാ. എത്ര ദിവസം ഉണ്ടാവും? ഞാൻ പറഞ്ഞു 2 ദിവസം ഉണ്ടാവും, 2-3 ദിവസം ഉണ്ടാവും. ഒരു പാട്ടിട്ട് ചിലപ്പോൾ നീ പാടി ഓക്കെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഒരു 80s ഒക്കെ സൗണ്ട് ചെയ്യുന്ന പാട്ടാണ്. ശ്യാം സാറിൻ്റെ ഒക്കെ കാലഘട്ടം സൗണ്ട് ചെയ്യുന്നൊരു പാട്ടാണ്. വെറുതെ പാടി നോക്ക്, ചിലപ്പം ഓക്കെ ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് അങ്ങനെ ഫുൾ പാടിയതാണ്. പിന്നെ അതിനെപ്പറ്റി അന്ന് ഇങ്ങനത്തെ വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. നിളാനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം, കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം. കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ടൊരു പാട്ട് എവിടെയെങ്കിലും സംഘടിപ്പിക്കുക, അത് പഠിക്കുക, അതിന് വേണ്ടി പാടുക. ആ പഠനമൊക്കെ ഇന്നാണ് ശരിക്കും ഉപകാരപ്പെടുന്നത്. അതിൻ്റെ ഒരു ഡെപ്തൊക്കെ ഇന്നാണ് മനസ്സിലാവുന്നത്. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ജയേട്ടൻ ചില പാട്ട് വഴികൾ, അതായത് പാട്ടിൻ്റെ കേൾവിയുടെ വഴികൾ മാറ്റി തന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം എടുത്ത് പാടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ പാട്ടുകൾക്കൊക്കെ. പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദരസത്തെ പർവ്വതിനെഴുതാമോ ബാലേ, പർവ്വതിനെഴുതാമോ. ചേച്ചിയുടെ ഒരു വേഴ്സറ്റൈലിറ്റി ഉണ്ടല്ലോ, അതായത് ഒരു പാട്ടിൻ്റെ കാര്യത്തിൽ വേഴ്സറ്റൈലിറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭാഷയിലുണ്ടാവുന്ന വേഴ്സറ്റൈലിറ്റി ഉണ്ടല്ലോ. ചേച്ചി ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന പരിപാടി. ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ, താമരേ നിൻ പൂങ്കവിളിൻ നല്ലിതളഴകിൽ നൂറുമ്മ. ഇരുപത്തഞ്ച് വർഷമായി പിന്നണി ഗാനരംഗത്ത്. പുത്തൂരം വീട്ടിലെ എന്ന ഗാനത്തോടെയായിരുന്നു തുടക്കം. ശേഷം നോട്ടത്തിലെ അല്ലെ മയങ്ങിപ്പോയി, പിന്നെ മാമ്പഴക്കാലത്തിലെ കണ്ടു കണ്ടു, പിന്നീട് തിരക്കഥയിലെ പാലപ്പൂ വിതലിൽ. എല്ലാം നല്ല പാട്ടുകളായിരുന്നു, കുറച്ചാണെങ്കിലും ഒക്കെ നല്ല പാട്ടുകൾ. ഞാൻ നിഷാദിനെ ഓർക്കുന്ന സ്കൂൾ കലോത്സവങ്ങളിലാണ് സജീവമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്നു. കഥാപ്രസംഗം, ലളിതഗാനം, കവിത, കർണാടക സംഗീതം. നമുക്ക് അവിടുന്ന് തുടങ്ങാം. തീർച്ചയായിട്ടും 25 വർഷം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഓർമ്മിക്കുമ്പോഴാണ്, ആരെങ്കിലും ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് ചിന്തിക്കുന്നതിനെ പറ്റി. ചിലപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണോ തുടങ്ങിയത്. കാരണം ഞാൻ ഒരു മേഖലയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ അധ്യാപകനായിട്ട്, അതും സംഗീതമല്ല, കണക്ക് അധ്യാപകനായിട്ട് ദേവരി കോളേജിൽ വർക്ക് ചെയ്ത് കൊണ്ടിരുന്ന സമയത്തു നിന്നാണ്, അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ അതിങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണോ വന്നത്. പക്ഷേ 25 വർഷം എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ
കൊള്ളാം എന്ന് തോന്നി. അക്കാലത്തെ, അതായത് മത്സരകാലത്തെ ഓർമ്മകളൊക്കെ ഒന്ന്. മത്സരകാലം എന്ന് പറയുന്നത് വളരെ രസകരമാണ്. അത് ഇപ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകുന്നത്. അന്ന് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ടൊരു പാട്ട് എവിടെയെങ്കിലും പാട്ട് സംഘടിപ്പിക്കുക, അത് പഠിക്കുക, അതിന് വേണ്ടി പാടുക. ആ പഠനമൊക്കെ ഇന്നാണ് ശരിക്കും ഉപകാരപ്പെടുന്നത്. അതിൻ്റെ ഒരു ഡെപ്തൊക്കെ ഇന്നാണ് മനസ്സിലാവുന്നത്. കഥാപ്രസംഗം എന്നുള്ള കലയിലേക്ക് മാറിയത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് പാട്ട് മാത്രമായിട്ടുള്ള ഒരു, അപ്പോൾ അദ്ദേഹമാണ് സ്കൂളിൽ നിന്ന് പാട്ടിൻ്റെ എല്ലാ കോമ്പറ്റീഷനും അദ്ദേഹം, ലളിതഗാനം, കർണാട്ടിക് മ്യൂസിക് അദ്ദേഹത്തിനാണ്. അദ്ദേഹം നല്ല സ്റ്റേറ്റ് ലെവലിലും നല്ല ലെവലിൽ പ്രൈസൊക്കെ കിട്ടുന്ന ആളാണ്. അങ്ങനെ എനിക്ക് ഒരു സംഗീതത്തിൻ്റെ ഒരു ഐറ്റം ഇല്ലാതെ നിൽക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു സുഹൃത്ത്, അച്ഛൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്, അച്ഛൻ കമ്പോസറാണ്, അതേപോലെ തന്നെ നല്ലൊരു മ്യൂസീഷ്യനാണ്, പാടും ചെയ്യും, അമ്മയും പാടും, ശാരദ. അപ്പോൾ ഇവര് ഇങ്ങനെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വിജയൻ എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹം ഒരു കാഥികനായിരുന്നു. വിജയമാമൻ എന്ന് ഞങ്ങൾ വിളിക്കുക. വിജയമാമൻ്റെ കഥകൾ കമ്പോസ് ചെയ്യുന്ന, പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന അച്ഛനാണ്. അപ്പം അതിലെ പാട്ടുകളെല്ലാം എപ്പോഴും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാട്ട് എന്ന് വെച്ചാൽ അതുവരെ കഥാപ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ള തരം പാട്ടുകളായിരുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ടിപ്പിക്കൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ കഥാപ്രസംഗം, അതിൽ നിന്ന് വ്യത്യസ്തം. അദ്ദേഹത്തിൻ്റെ കഥകളും അങ്ങനെയായിരുന്നു. അദ്ദേഹം എടുത്തിരുന്ന റഷ്യൻ കഥകളും ഒക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ വിജയമാമനാണ് പറഞ്ഞതെന്ന് കഥാപ്രസംഗം ട്രൈ ചെയ്ത് നോക്കും, ഞാൻ ഒരു കഥ ശരിയാക്കി തരാം. അന്നിങ്ങനെ റഷ്യൻ കഥകളൊക്കെയാണ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. 15 മിനിറ്റ് 10 മിനിറ്റൊക്കെ കഥകൾ. അപ്പം അതിലെ പാട്ടുകളാണ് കൂടുതൽ ഇങ്ങനെ, ആ പാട്ടിൻ്റെ ഒരു അട്രാക്ഷൻ, ഒരു അച്ഛൻ തന്നെ ട്യൂൺ ചെയ്യുന്നു, പഠിക്കുന്നു. കഥ പഠിക്കുന്നതൊക്കെ ഒന്നാമത് ഈ ബൈഹാർട്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി, മറന്നു പോകുമല്ലോ. അപ്പൊ ഈ പാട്ടാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത് ഒന്നിലേക്ക്. കഥ പറയുകയും പാടുകയും ചെയ്യാന്ന് പറയുന്നത് ഒരു, ഞാൻ എപ്പോഴും ആ കഥാപ്രസംഗമൊക്കെ കാണുമ്പോൾ വിചാരിക്കും കഥയും പറയണം, നല്ല രസമായിട്ട് അതിന്റെ കൂടെ ഇത് പാടും, കഥ പറയണം, അത് കഥാപാത്രങ്ങളായി മാറണം, അവരുടെ മോഡുലേഷൻസ്, അവരുടെ ശബ്ദം പലതരത്തിൽ ഫീൽ ചെയ്യിപ്പിക്കണം. ഇപ്പൊ 2 ക്യാരക്ടേഴ്സ് ഒരേ സമയം സംസാരിക്കുമ്പോൾ ആ രണ്ടും 2 ക്യാരക്ടേഴ്സായിട്ട് ഫീൽ ചെയ്യിപ്പിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെതായ മോഡുലേഷൻസ് ചേഞ്ച് വരുത്തണം, ശബ്ദത്തിൽ മാറ്റം വരുത്തണം. അങ്ങനെ കുറേ ഇങ്ങനെ ചെയ്തപ്പോഴാണ് ചില കഥാപാത്രങ്ങൾ നമ്മൾ ഒരുപാട് ശബ്ദം അലറിയൊക്കെ സംസാരിക്കുന്നൊക്കെ അങ്ങനെ വന്നപ്പോഴാണ്, ഈ പാടാൻ ബുദ്ധിമുട്ടായി വന്നപ്പോഴാണ് ശരിക്കും കഥാപ്രസംഗം പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവാക്കിയത്. പക്ഷെ അതിനോട് ഇന്നും എന്താ പറയുക, ആരാധനയാണ് കഥാപ്രസംഗം എന്നുള്ള കലയോട്. അന്ന് പാടിയ ഏതെങ്കിലും ലളിതഗാനം ഓർമ്മയുണ്ടോ, മത്സരത്തിന് പാടിയിട്ട്? തീർച്ചയായിട്ടും. നിളാനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം, കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം, കഥകളി ചമയങ്ങൾ അണിയുന്ന തീരം. ഈ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ. ശരത് പൂർണിമായാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ, ശരത് പൂർണിമായാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ, ശശിബിംബം തെളിയും പോലൊരു സർവാംഗ സുന്ദരി ഒരുങ്ങി വന്നു എൻ മനസ്സിലും എൻ മിഴിയിലും ഒരു നാൾ. അധികവും കുട്ടികള് വേദികളിൽ പാടുന്ന ഒരു പാട്ടായിരുന്നു അല്ലെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അതെ, കണ്ണൂർ രാജമാഷ പാട്ടാണ് മയങ്ങിപ്പോയി എന്നുള്ള ഗാനം, നോട്ടത്തില്. അതേപോലെ തന്നെ കണ്ടുകൊതി, അതും ഒക്കെ ജയേട്ടന്റെ കൂടെ. പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമ എൻ്റെ കമ്പോസിങ് മുതലാണ് ജയചന്ദ്രൻ ചേട്ടൻ്റെ കൂടെ, എം ജയേന്ദ്രൻ ചേട്ടൻ്റെ കൂടെ കുറച്ചു കാലം ഉണ്ടായിരുന്നത്. ആ സമയത്ത് കിട്ടിയ പാട്ടുകളാണ് ഇതൊക്കെ. നല്ല പാട്ടുകൾ. ഇതൊക്കെ ഇങ്ങനെ അന്ന് CD ആയതുകൊണ്ട് CD-യിൽ ഒരു ഇത്ര ഓഡിയോ CD-കളിൽ എന്ന് വെച്ചാൽ 7 or 8 പാട്ടോ അങ്ങനെ അത്ര അന്ന്. അപ്പോൾ ചില സിനിമകളിൽ അത്രയും പാട്ടുകൾ ഉണ്ടാവില്ല, 4 പാട്ടൊക്കെ ഉള്ളപ്പോൾ
ചില പാട്ടുകളുടെ ഇപ്പോൾ സോളോ സോങ്ങുകളുടെയൊക്കെ മെയിലാണെങ്കിൽ അതിൻ്റെ ഫീമെയിൽ വേർഷൻ പാടും, ഫീമെയിലാണെങ്കിൽ അതിൻ്റെ മെയിൽ വേർഷനും പാടിയിട്ട് അങ്ങനെ ആ സീഡ് ഫില്ല് ചെയ്യാനായിട്ട് അങ്ങനെ പാടുന്ന പാട്ടുകളാണ്. പക്ഷെ അത് പിൽക്കാലത്ത് ഒരുപാട് ആളുകൾ കേൾക്കുകയും ഇപ്പം സോഷ്യൽ മീഡിയ ശക്തമായപ്പോൾ അതെല്ലാവരും ഇതിലെല്ലാം വന്നുവല്ലോ. അപ്പോൾ എനിക്കൊന്നു ആ സമയത്ത് ഇത് ആരാ പാടിയത് അറിയുന്നില്ല പല പാട്ടുകളും അതെ പല പാട്ടുകളും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടു കണ്ടു കൊതി എന്നുള്ള പാട്ടും ഇതേപോലെ തന്നെ അതിൻ്റെ മെയിൽ വേർഷൻ ഇതേപോലെ പാടിയതാണ്, ഒരു CD ഫില്ലറായിട്ട് പാടിയതാണ്. അതിൻ്റെ ഫീമെയിൽ സുജാ ചേച്ചി പാടിയ പാട്ടാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഇതിങ്ങനെ സ്പോട്ടിഫൈയിലും മറ്റ് അങ്ങനത്തെ പല സോഷ്യൽ മീഡിയകളിലൊക്കെ ആളുകൾ കേൾക്കുമ്പോൾ അതിൽ പേര് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ പേരുണ്ട്. പിന്നെ അല്ലാതെയും എന്നെ അറിയുന്ന കുറേ ആളുകൾ ഇതേപോലെ പുറത്തുനിന്ന് ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചിട്ട് അവർ അന്നും CD വാങ്ങുമല്ലോ, അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ CD വാങ്ങും, അപ്പോൾ അതിലും ഉണ്ടാവും, അങ്ങനെ അവർ വിളിച്ച് പറയാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ FM ചാനലിലൊക്കെ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ അറിയാം കുറെ പേർ. മയങ്ങിപ്പോയി. എന്തേ നീ എന്തേ മയങ്ങുമ്പോൾ എന്നെ വിളിച്ചുണർത്തി പൊന്നേ ഇന്നെന്നെ എന്തു നൽകാൻ നെഞ്ചിൽ ചേർത്തു നിർത്തി മുകരാനോ പുണരാനോ വെറുതെ വെറുതെ തഴുകാനാണോ മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നില മഴയിൽ മയങ്ങിപ്പോയി നീ വരുമ്പോൾ നിൻ വിരൽ തൊടുമ്പോൾ ഞാൻ അഴകിൻ മിഴാവായി തുളുമ്പിപ്പോയി. ഇപ്പൊ ചിത്രേച്ചിയൊക്കെ നേരിട്ട്, അതായത് റെക്കോർഡിങ്ങിന് പാടുന്ന ആദ്യമായിട്ട് കാണുന്ന ഈ മയങ്ങിപ്പോയി എന്നുള്ള പാട്ട് പാടുമ്പോഴാണ്. അപ്പം അദ്ദേഹം അന്ന് കുറേ പടങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജയേന്ദ്രൻ ചേട്ടൻ്റെ ഒരു അസിസ്റ്റൻ്റ്, ഒരു മെയിൻ ഒരു ഇളങ്കോ എന്ന് പറയുന്ന ചേട്ടനും ഞാനും കൂടെ ഇരുന്നിട്ടാണ് ഈ വോയിസ് എടുക്കുന്നത്. അപ്പം ചേച്ചി പാടുന്നത് അങ്ങനെ കാണുന്നു. അപ്പോൾ ഈ പാടിയ പാട്ട്, അപ്പോൾ ചേച്ചിയൊക്കെ ഇപ്പോഴും ആ പല്ലവിയൊക്കെ ഒരൊറ്റ ഫുള്ളായിട്ടാണ് പാടുക, അനുപല്ലവി ഫുള്ളായിട്ട്. അപ്പോൾ പാട്ട് പഠിച്ചിട്ട് അങ്ങനെ, അപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രോസസ്സ് നമ്മൾ ആദ്യമായിട്ടാണ്, നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് ഫുൾ പാടിക്കഴിഞ്ഞ് അദ്ദേഹം കേട്ട് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഈ ഇതിൻ്റെ ഒരു മെയിൽ വേർഷൻ പാടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ്, അതേപോലെ ഒരു ടെൻഷനുമായി. കാരണം ചിത്രേച്ചി പാടിയൊരു പാട്ടാണ്. ഒരിക്കലും നമ്മളതിന് അത്രത്തോളം എത്താൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു എഫേർട്ട് നമ്മൾ കണ്ടല്ലോ, അതെങ്ങനെയാണത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് അങ്ങനെ പാടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സുജാ ചേച്ചി പാടിയ പാട്ടും കണ്ടു സെയിം ആണ്. പക്ഷെ ചേച്ചി പാടുന്നത് ഞാൻ കണ്ടില്ല, കേൾക്കാനും പറ്റിയിട്ടില്ല. പാടി കഴിഞ്ഞതിന് ശേഷം ചേച്ചി പാടിയത് കേട്ടിട്ടാണ് ഞാൻ പാടിയത്. അപ്പോൾ അത് വേറൊരു ശൈലി, രണ്ട് ശൈലിയാണല്ലോ, രണ്ടും രണ്ട് തരത്തിലുള്ള പാട്ടുകൾ. ഒന്ന് താരാട്ടും ഒന്ന് ഒരു ലവ് സോങ്ങുമാണ്. അപ്പോൾ കണ്ടു ഒരു 2 വരി. കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ മഞ്ഞുപോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാൻ ഉണർത്താം കണി കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ. അതേപോലെ തന്നെയല്ലേ ജയേട്ടന്റെ പാട്ട് തന്നെയല്ലേ ഓമനെ ഉണ്ണി ബോയ് ഫ്രണ്ടിലെ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഹിറ്റ് എന്ന് പറയുന്നത് അതാണല്ലേ. പക്ഷെ അത് പറയുന്ന പോലെ അന്ന് ഹിറ്റാണോ ഇല്ല, ഞാൻ അന്ന് ചെന്നൈയിലാണല്ലോ വർക്കുകൾ മുഴുവൻ നടന്നത്. അപ്പം കേരളത്തിൽ അത് ഹിറ്റാണോ എന്ന് അറിയണമെങ്കിൽ അന്ന് യൂട്യൂബൊന്നും അങ്ങനെ ശക്തമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമല്ല. അത് ഇവിടെ വന്നാലേ തന്നെ അറിയാൻ പറ്റുന്നുള്ളൂ അങ്ങനെ. പക്ഷെ ഈ പ്രോഗ്രാംസിലൊക്കെ
പാടുന്നുണ്ടായിരുന്നു എന്ന് പിന്നീട് ഞാൻ പ്രോഗ്രാമിൽ സജീവമായതിനു ശേഷമാണ് പല ആളുകളും കൂടെ പാടുന്ന പല ആളുകളും പറഞ്ഞു ഞങ്ങൾ അന്ന് ആ സീസണിൽ ആ പാട്ട് പാടിയിരുന്നു പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതെ, ഓ അത് ശരി. അന്ന് അപ്പം അതായിരുന്നു ശരിക്കും പറഞ്ഞ എൻ്റെ ആദ്യത്തെ ഹിറ്റ് എന്ന് പറയുന്നത്. ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ താമരേ നിൻ പൂങ്കവിളിൻ നല്ലിതളഴകിൽ നൂറുമ്മ പാലാഴി നിലാവമ്മ ചേലേഴിൻ കിനാവമ്മ എൻ്റെ മാത്രം അമ്മ ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ. പലപ്പൂവിതളിൽ കുറച്ച് അത് കുറച്ചുകൂടെ അതിനിടയിൽ കുറെ പാട്ടുകൾ വന്നു. കുറെ പാട്ടുകൾ പാടിയിട്ടാണ്. ഇതില് ലോകനാഥൻ IAS നല്ല പാട്ടായിരുന്നു. ടൈറ്റിൽ സോങ് ആണ്, പക്ഷെ സിനിമയിലുള്ള പാട്ടാണ്. മഞ്ചാടിക്കൊമ്പിലിന്നൊരു മൈന പാടി മാന്തോപ്പിൽ പൂങ്കിളികളതേറ്റു പാടി പൂഞ്ചോലക്കാറ്റിൽ കൈത്താളം കേട്ടു പുന്നാര പൈതൽ മാത്രം പാടിയില്ല. മഞ്ചാടി കൊമ്പിലിന്നൊരു മൈന പാടി ഓ എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് ലോകനാഥൻ IAS. പിന്നെ ഈ ഔസഫിൻ സാറിന്റെ ഒരു പാട്ട്, അത് ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് ഓർമ്മകളെ വിട പറയൂ പോയി വരട്ടെ ഞാൻ കരളുരുകും വേദനകൾ തേങ്ങുമീ വഴിയേ തുണയായതൻ നിഴലായി വരാം നിഴലിനു മുഖമെവിടെ പറയൂ നീ ഓർമ്മകളെ വിട പറയൂ പോയി വരട്ടെ ഞാൻ. ഒരു പാട്ട് അത് ആകാശവാണിയിൽ കുറെ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു പാട്ടാണ്. അത് ഉണ്ട്. അത് പക്ഷെ ഇതിനൊക്കെ മുമ്പ് പാടിയതാട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ സോങ് ആണത്. രണ്ടാമത്തെ സിനിമയല്ല, സോങ് അല്ല. രണ്ടാമത്തെ വെച്ചാൽ ആദ്യത്തെ സിനിമയിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. സ്വപ്നം ഏതായിരുന്നു അത്? ഇത് സ്വപ്നം കൊണ്ടെടുത്തില്ല അപ്പാരം. മറ്റേത് നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവൻ്റെ രാജകുമാരൻ. അത് അപ്പൊ അതിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ 3ാമത്തെ പാട്ടാണ് ശരിക്കും സിനിമയില്. അത് അങ്ങനെ രണ്ടാമത്തെ സിനിമ അങ്ങനെ തിരക്കഥയിലേക്ക് എത്തുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. എന്നുവെച്ചാൽ ഇതേ പിന്നെ ചിത്ര ചേച്ചിയുടെ ഒരു ഓഡിയോ കമ്പനിയുണ്ട്, ഓഡിയോ ട്രാക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു വർക്ക് ചെയ്യാനായിട്ട് ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ ചെന്നൈയിൽ തന്നെ അവിടെ അത് പാടാനായിട്ട് പോകുന്ന സമയത്ത് 2 സ്റ്റുഡിയോ ഉണ്ട് ചേച്ചി. മേലെ ഒരു സ്റ്റുഡിയോ, താഴത്തെ സ്റ്റുഡിയോയിൽ ശരത്തേട്ടൻ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ശരത്തേട്ടൻ നേരത്തെ അറിയാം, കാരണം എൻ്റെ ഗന്ധർവ സംഗീതത്തിൽ ഫൈനലും സെമി ഫൈനലും ജഡ്ജ് ചെയ്തത് ശരത്തേട്ടനാണ്. സെമി ഫൈനലിൽ LPR വർമ്മ സാറും ശരത്തേട്ടനും, ഫൈനലിൽ രവീന്ദ്ര മാഷും ശരത്തേട്ടനും, അങ്ങനെയായിരുന്നു. അപ്പം ശരത്തേട്ടന് അന്ന് മുതലുള്ള പരിചയമാണ്. അപ്പം എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു എന്താ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചേച്ചിയുടെ വർക്ക് പാടാൻ വന്നാ എത്ര ദിവസം ഉണ്ടാവും? ഞാൻ പറഞ്ഞു 2 ദിവസം ഉണ്ടാവും, 2-3 ദിവസം ഉണ്ടാവും. ഒരു പാട്ടിട്ട് ചിലപ്പോൾ നീ പാടി ഓക്കെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഒരു 80s ഒക്കെ സൗണ്ട് ചെയ്യുന്ന പാട്ടാണ്, ശ്യാം സാറിൻ്റെയൊക്കെ കാലഘട്ടം സൗണ്ട് ചെയ്യുന്നൊരു പാട്ടാണ്. വെറുതെ പാടി നോക്ക്, ചിലപ്പം ഓക്കെ ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് അങ്ങനെ ഫുൾ പാടിയതാണ്. പിന്നെ അതിനെപ്പറ്റി അന്ന് ഇങ്ങനത്തെ വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പം നമ്മൾ പാടി പോന്നു, പിന്നെ അത് ഒന്നും അറിയുന്നില്ല. പിന്നീടാണ് പറയുന്നത് ആ പാട്ട് ഓക്കെ ആയിട്ടുണ്ട്, അത് പക്ഷേ ശ്വേതയും പാടി ഡ്യുവറ്റാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ പാട്ട് വരുന്നത്. രഞ്ജിത്തേട്ടൻ പിന്നീട്, അപ്പോഴൊന്നും രഞ്ജിത്തേട്ടൻ ഡയറക്ടർ രഞ്ജിത്തേട്ടനായിരുന്നു. രഞ്ജിത്തേട്ടൻ അന്നൊന്നും പരിചയമില്ല. രഞ്ജിത്തേട്ടൻ എൻ്റെ ശബ്ദം കേട്ടിട്ട് ഓക്കെ പറഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷമാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് ഇവിടെ എക്സ്ക്ലൂസീവ് ക്ലബ്ബിൽ വന്നപ്പോൾ രഞ്ജിത്തേട്ടൻ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് വന്നു. അപ്പം ഞാനപ്പോൾ വീട്ടിൽ. അപ്പം എന്നെ ഇങ്ങനെ അവിടുത്തെ
ക്ലബിലെ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എവിടെ രഞ്ജിത്തേട്ടൻ നിന്നെ കാണണം എന്ന് പറയുന്നുണ്ട്, എവിടെയാണ് നീ താമസിക്കുന്നത് ചോദിച്ചാൽ, പെട്ടെന്ന് നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ. അങ്ങനെ ഞാൻ പോയി രഞ്ജിത്തേട്ടനെ പരിചയപ്പെട്ട് അങ്ങനെയാണ് ആദ്യം കാണുന്നത്. അങ്ങനെ റഫീഖ് അഹമ്മദിന്റെ വരികളായിരുന്നു അല്ലേ അത്? മകരമഞ്ഞു പെയ്തു തരളമാം കറുക നാമ്പുണർന്നു, പ്രണയമാം പിറാവേ എവിടെ നീ കനവു പോൽ മറഞ്ഞു, അത്തിക്കൊമ്പിലൊരു മൺകൂടു തരാം, അറ്റം കാണാവാനം നിനക്കു തരാം, കുറുകൂ കാതിൽ തേനോലും നിൻമൊഴികൾ, പാലപ്പൂവിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭിരാത്രി. അതേപോലെ പിന്നെ ഗദ്ദാമേലൊരു ഇതേപോലെ ബെനറ്റ് വീത്രാഗ് അവരുടെ മ്യൂസിക്, നമ്മുടെ സിംഗർ കാർത്തിക്കിന്റെ സ്റ്റുഡിയോയിലാണ് പാടിയ പാട്ട്. പക്ഷെ അത് ഈ പറയുന്ന പോലെ മെയിൽ വേർഷനായിട്ട് അതൊരു ഫില്ലർ സോങ് ആയിട്ടായിരുന്നു അത്. പക്ഷെ എനിക്കറിയില്ല അത് CD-യിൽ ഇട്ടിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാനേ ഇല്ലായിരുന്നു. പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഗൾഫിൽ ദുബായിലൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടുത്തെ ഒരു FM ചാനലിൽ ഇൻ്റർവ്യൂവിന് പോയ സമയത്താണ് അവിടുത്തെ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ അവിടുത്തെ RJ എന്നോട് ചോദിച്ചു ഈ ഗദ്ദാമയിലെ പാട്ട്. ഞാൻ പറഞ്ഞു ഗദ്ദാമയിൽ ഞാൻ പാടിയിട്ടുണ്ട്, അത് വന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ അടുത്തുണ്ട് പാട്ട് എന്ന് പറഞ്ഞു. എന്നിട്ടത് പ്ലേ ചെയ്തു. അത് പറഞ്ഞു ഇവിടെ ഭയങ്കര ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോഴാണ് ആ പാട്ട് ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അതേപോലെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ അതിന്റെ ഒരു മെയിൽ വേർഷൻ ഉണ്ട്. അതും ഒരു ഡിഫറെന്റ് ടൈപ്പ്, അതായത് ഫീമെയിലുമായിട്ട് യാതൊരു ട്യൂൺ അത് തന്നെയാണെങ്കിൽ പോലും അതിന്റെ ട്രീറ്റ്മെന്റും എല്ലാം വ്യത്യാസമാണ്. വേറൊരു ശൈലിയിലാണ് ആ പാട്ട് ഉള്ളത്. ഔസേപ്പ് ബച്ചൻ സാറിന്റെ അതൊരു നടൻ എന്ന് പറയുന്നത് കമൽ സാറിന്റെ പാട്ടാണ്. അങ്ങനെ അപ്പം അത് ആ സിനിമയിൽ അത് ഫീമെയിൽ വേർഷനായിരുന്നു, ആ നാടകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു. അപ്പം മെയിലിന് ഇങ്ങനെ ഒരു വേർഷൻ തന്നു. അപ്പം ഞാനതിങ്ങനെ എപ്പോഴും താങ്ക്ഫുള്ളി ഓർക്കുന്ന, ഔസേപ്പ് സാറിനെ കാണുമ്പോഴും ഒക്കെ ഓർക്കുന്ന ഒരു പാട്ടാണ്. കാരണം അത് അങ്ങനത്തെ ഒരു വേർഷൻ ആ പാട്ടിന് ചിന്തിക്കുമില്ല. കാരണം ആ ഒരു ഫീമെയിലിന്റെ വേർഷൻ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു പാട്ടാണത്. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ളൊരു പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. കൊത്ത് എന്ന് പറഞ്ഞ മൂവിയിലൊരു പാട്ട് പാടിയിട്ടില്ലേ? തേൻതുള്ളി പോലെ, തേൻതുള്ളി പോലെ നീ പൊഴിയും വാക്കിലോ ഞാൻ കണ്ടു ലോകം കണ്ണിറയെ കൗതുകം. ഈ പാട്ട് അത് BK ഹരിനാരായണൻ എഴുതിയാണ്, കൈലാസ് മേനോൻ മ്യൂസിക്. അത് എത്രയോ വർഷങ്ങളായിട്ട് സിബി സാറിന്റെ ഒരു വാഗ്ദാനമായിരുന്നു സാറിന്റെ സിനിമയിലെ ഒരു പാട്ട് എന്നുണ്ട്. ആ സാറ് നിറവേറ്റി. പാടിയ പാട്ടുകൾ അല്ലെ ചെയ്ത പാട്ടുകൾ പലപ്പോഴും അവരുടെ പേരിലല്ലാതെ പോകുന്നുണ്ട്. പല പാട്ടുകളിലും പേരുകൾ പേരുണ്ടാവില്ല, അല്ലെങ്കിൽ പേര് മാറി കൊടുക്കുന്നു. അങ്ങനെ എത്രയുണ്ടല്ലോ. അത് ഒരു എന്താ പറയാ, അതൊരു നിമിത്തം പോലെയാണ്. നമ്മളത് അന്നൊന്നും അതിന് സാധ്യതയില്ല, നമുക്ക് തിരുത്താനുള്ള സാധ്യതയില്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളത് എൻ്റെ പിന്നാലെ പോകാറുമില്ല ഇങ്ങനെ ആരാ. പക്ഷേ ഭാഗ്യവശാൽ എൻ്റെ പാട്ടുകളൊന്നും വേറെ ആളുടെ പേരിലൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാനാണ് പാടിയതെന്ന് പലർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ. ചില ഗായകർ ചിലപ്പോൾ ഒരു പാട്ടിൽ തന്നെ അവർ രജിസ്റ്റർ ആവുന്ന സാഹചര്യമുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഒരു നിമിത്തങ്ങളായിരിക്കാം, അവരുടെ ഒരു യോഗം എന്നൊക്കെ പറയുന്നതായിരിക്കും. അത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യം അല്ല. അത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ അത് കൂടുതലായിട്ട് ഇപ്പൊ അതിന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞല്ലോ, നമുക്ക് വേണമെങ്കിൽ തിരുത്താം. കാരണം അതിനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോഴുണ്ട് നമുക്ക്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പാട്ട് തന്നെയും ഇപ്പം സോഷ്യൽ മീഡിയയിലോ
സ്പോട്ടിഫൈ പോലുള്ള സ്ട്രീമിംഗ് മീഡിയകളിൽ ഇടുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ആക്കാമല്ലോ പാട്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം അതൊരു വിഷയമല്ല. പണ്ട് പറയുന്നത്, അതായത് ഈ ഒരു കുറച്ച് മുമ്പ് ഇത് ഇത്ര ശക്തമാവുന്നതിന് മുമ്പേ ഇപ്പം FM റേഡിയോകൾ വന്ന സമയത്ത് അതിൽ പലപ്പോഴും പറയാറുണ്ടായിരുന്നില്ല അവർക്ക് തന്നെ സമയമില്ല. കാരണം അത് അവരുടെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ട്, അല്ലാതെ അവർ കുറ്റം പറയല്ല. ആകാശവാണിയിലുണ്ടായിരുന്നു. ആകാശവാണി അന്നും പറയും ഇന്നും പറയും ആരാണ് പാടിയത്, ഏത് സിനിമയാണ്, അതിന്റെ കമ്പോസർ ആരാണ്, ലിറിസിസ്റ്റ് ആരാണെന്ന് കൃത്യമായിട്ട് പറയും. ജയേട്ടന്റെ പേരിലുള്ള, അതായത് P. ജയചന്ദ്രൻ ഫൗണ്ടേഷന്റെ കോഴിക്കോട് ആദ്യ അവാർഡ് നിഷാദിനായിരുന്നു അല്ലെ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, വേദികളിൽ നിഷാദ് ജയേട്ടന്റെ പാട്ടുകൾ പാടുമ്പോൾ വളരെ മനോഹരമായിട്ട് ആ ഭാവമൊക്കെ അത്രയും ഉൾക്കൊണ്ട് പാടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു പാട്ടുകളോടുള്ള സ്നേഹം ഉണ്ടാവും കേട്ടോ, നല്ലോണം ഉണ്ടാവും. പിന്നെ ആ വ്യക്തിയോട് നല്ല നല്ല അടുപ്പമായിരുന്നു. വെച്ചാൽ ജയേട്ടൻ ചില പാട്ട് വഴികൾ, അതായത് പാട്ടിൻ്റെ കേൾവിയുടെ വഴികൾ മാറ്റി തന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്ന് വെച്ചാൽ പഴയ പാട്ടുകൾ. അപ്പോൾ അദ്ദേഹം പാടുന്ന കേൾക്കുമ്പോൾ അദ്ദേഹം എടുത്ത് പാടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ പാട്ടുകൾക്കൊക്കെ. അപ്പം നമ്മൾ ആ പാട്ടുകൾ തിരഞ്ഞു പോകും. അങ്ങനെ ആ പാട്ടിൽ നിന്ന് വേറെ പാട്ടുകളിലേക്ക് പോകും. പിന്നെ ശരിക്കും ഗസൽസ് അങ്ങനെയുള്ള ഹിന്ദി സോങ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്നതും പാടുന്നതുമായ ആളായിരുന്നു ജയേട്ടൻ. അപ്പം അതിങ്ങനെ ചർച്ചകളിൽ വരുമ്പം, അതേപോലെ പഴയ തമിഴൊന്നും നമ്മൾ ഇവിടെ കൂടുതൽ അത്ര അറിയില്ലല്ലോ. MSV സാറിൻ്റെയും അതിനു മുമ്പേയുള്ള KV മഹാദേവൻ സാറിൻ്റെ ഒക്കെ പാട്ടുകൾ അങ്ങോട്ട് ആ കാലഘട്ടത്തിലുള്ള മനോഹരങ്ങളായ കോമ്പോസിഷൻസ് ഉണ്ട്. അതൊക്കെ ജയേട്ടൻ പാടിത്തരുമായിരുന്നു, മനോഹരമായി പാടിത്തരുമായിരുന്നു. അപ്പം നമ്മൾ ആ പാട്ടുകളിലേക്ക് പോവും, അത് സെർച്ച് ചെയ്ത് നോക്കും, അതിൽ നിന്ന് വേറെ പാട്ടുകളിലേക്ക് പോകും. അങ്ങനെയൊക്കെ ഒരുപാട്, അതൊരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് തരം പാട്ടുകൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ് ജയേട്ടൻ. അപ്പോൾ ജയേട്ടൻ്റെ സിംഗിങ്ങിലും അത്തരം പാട്ടുകളുടെ കേൾവിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജയേട്ടൻ്റെ പല പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ അപ്ലൈ, അതായത് അദ്ദേഹത്തിൻ്റെതായ ചില ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട് ആ പാട്ടിന്. ഇപ്പം വേറൊരാൾ പാടിയ പാട്ടാണെങ്കിലും ജയേട്ടൻ്റെ അടുത്ത് പാടുമ്പോൾ അതിൽ വേറൊരു ഭംഗി, എന്തോ ഒരു ഇത് വരും അതിൽ. അപ്പം അത് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ജയേട്ടനായിട്ട് പാട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ അറിയാം എന്തായിരിക്കും ജയേട്ടൻ ഉദ്ദേശിക്കുന്നത്, ഈ പാട്ടിൽ ജയേട്ടൻ എങ്ങനെയായിരിക്കും പാടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്നാൽ പോലും ചില പാട്ടുകൾ നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങളും ഉണ്ടാവും. അത് ജയേട്ടന് മാത്രമല്ല, ചില കാര്യങ്ങളുണ്ടാവും. ജയേട്ടന്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, എല്ലാം ഇഷ്ടമായിരിക്കാം, എന്നോട് ഇപ്പൊ ജയേട്ടന്റെ പാട്ടുകൾ ഞാൻ പാടുമ്പോൾ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടെന്ന് പറയുന്നത് നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ഈ പാട്ട് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നില്ലാരും കേൾക്കുന്നത്. പിന്നെ അതേമാതിരി മൃദുലേതാ ഒരു ഭാവഗീതമിതാ നിന്റെ മിഴിതൻ നീലിമയിൽ നിന്നു ഞാൻ പകർത്തി. മൃദുലേതാ ഒരു ഭാവഗീതമിതാ. പാട്ട് പിന്നെ പുതിയ പാട്ടുകൾ സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു തരുമോ. ഈ പാട്ട് പിന്നെ മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. അങ്ങനെ കുറേ പാട്ടുകൾ ഇങ്ങനെ പാടുമ്പോൾ അപ്പം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ഈ പാട്ട് അതിലൊക്കെ ജയേട്ടൻ അതിൽ ജയേട്ടൻ്റെ MSV സാറിൻ്റെ
MSV സാർ എങ്ങനെയാണോ പാടുന്നത് അതിൻ്റെ കുറേ അംശങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ, അത് കേൾക്കുമ്പോൾ നമുക്ക് ബാബുഖാനെ ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ ഒന്നാ ചേട്ടനാണ് പാടുന്നത്. അങ്ങനെ നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും, അത് വേറെ ശൈല. ഇങ്ങനെ മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയും എന്നൊക്കെ പാടുമ്പോ മലയാള ഭാഷ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി വിരിഞ്ഞിരിക്കും. അതുപോലെ കരിമുകിൽ കാട്ടിലെ അതൊക്കെ ജയേട്ടന്റെ ആണത്. അതെ, അങ്ങനെ തോന്നും പല പാട്ടുകൾ. രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഒന്ന് തേടുത്, രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. മിസ് ചെയ്യൂല്ലേ ജയേട്ടനെ? ശരിക്കും മിസ് ചെയ്യും. കാരണം അത് ലൈവായിട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളാണല്ലോ, പെട്ടെന്ന് അദ്ദേഹത്തിന് വയ്യാണ്ടാവുകയൊക്കെ ചെയ്ത്. അപ്പൊ അത് ഇനിയും പാട്ടുകൾ നമുക്ക് തരുമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഇങ്ങനെ, അതായത് ഇവിടെ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിലൊക്കെ ആയിട്ട് എനിക്കൊന്ന് കൂടുതലും ചിത്ര ചേച്ചിയുടെ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് ആ ഒരു ബന്ധം, ചിത്ര ചേച്ചിയായിട്ടുള്ളൊരു കൂട്ട്? ഞാൻ പറഞ്ഞല്ലേ, എം ജയേന്ദ്രൻ ചേട്ടൻ്റെ വർക്കിൽ ഞാൻ കൂടെ ചേർന്ന സമയത്ത് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചിയുടെ സ്റ്റുഡിയോയിലായിരുന്നു, ചെന്നൈയിൽ. അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്നാണ് ചേച്ചിയെ കൂടുതലായിട്ട് പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് ഗന്ധർവസന്ധ്യയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അത്ര സംസാരിച്ചിട്ടോ അങ്ങനെ പരിചയമില്ല. ഇവിടെ സ്റ്റുഡിയോയിൽ ചേച്ചി പാടാൻ വരും, അപ്പോൾ ചേച്ചി കാണും, സംസാരിക്കുക, അങ്ങനെ അങ്ങനെ. അപ്പോൾ എൻ്റെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കും. ചില പാട്ടുകൾ ഞാൻ പാടിയത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട് വിജയൻ ചേട്ടൻ കേൾക്കും. എൻ്റെ പാട്ടുകളെ കുറിച്ച് കൂടുതൽ ചോദിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരിക്കലാണ് ചോദിച്ചത്, ഇങ്ങനെ ചേച്ചിയുടെ കൂടെ പാടാൻ വരുന്നോന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെഡി. അപ്പോൾ നമ്മൾ ചാടിപ്പോയി. അപ്പോൾ അങ്ങനെ അന്ന് തുടങ്ങിയതാണ്, 2004-05 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഇപ്പോഴും അങ്ങനെ പോകുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ചേച്ചിയുടെ പാട്ടിൻ്റെ കാര്യത്തിലായാലും ശരി, ചേച്ചിയുടെ ഒരു എന്താ വേഴ്സറ്റൈലിറ്റി ഉണ്ടല്ലോ, അതായത് ഒരു പാട്ടിൻ്റെ കാര്യത്തിൽ വേഴ്സറ്റൈലിറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭാഷയിലുണ്ടാവുന്ന വേഴ്സറ്റൈലിറ്റി ഉണ്ടല്ലോ, ചേച്ചി ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം, അത് അതിൻ്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. തമിഴാണെങ്കിൽ തമിഴ്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് ഓരോ ലാംഗ്വേജിൽ ചേച്ചിക്ക് ഓരോ പേരുകളുണ്ട്. തമിഴിൽ ചിന്നക്കുയിൽ എന്ന് വിളിക്കുന്നു അല്ലേ? പിന്നെ അങ്ങനെ ഓരോ ലാംഗ്വേജിലും ചേച്ചിക്ക് ഓരോ എന്താ പറയുക പെറ്റ് നെയിമുകളുണ്ട്. അതായത് പെറ്റല്ല, എന്താ പറയുക, ഒരു സ്നേഹത്തിന്റെ പേരുണ്ട്. അപ്പം ഗാന കോകില മറ്റേ കർണാടകയിൽ പോയാല. അപ്പം ആ ഓരോ ലാംഗ്വേജിനോടും ചേച്ചി കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. അപ്പം നമ്മൾ പാടുമ്പോൾ ഇപ്പം വേറെ അതർ ലാംഗ്വേജ്, ഇപ്പം ഏറ്റവും കൂടുതൽ ചേച്ചി പാടിയിരിക്കുന്നത് തെലുങ്കിലാണ്. അപ്പം തെലുങ്ക് ശരിക്കും ചേച്ചി നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ സംസാരിക്കും, അതേപോലെ സംസാരിക്കും. അപ്പം അത് ഹൈദരാബാദിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോട് തെലുങ്കിലാണ് ചേച്ചി സംസാരിക്കുന്നത്. അപ്പോൾ അതത്രയും ഫ്ലുവൻ്റ് ആണ്. അപ്പം ചേച്ചി അത് ഓരോ പാട്ടുകൾ, ഇപ്പോൾ കന്നഡയാണെങ്കിൽ കന്നഡ, തെലുങ്കാണെങ്കിലും ചേച്ചി അത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് തരും കൃത്യമായിട്ട്. അപ്പം നമുക്കതിലേക്ക് വരാൻ കുറേ സമയം എടുക്കും. ചേച്ചി പറയുന്ന ഓരോ ലാംഗ്വേജും നമ്മൾ ആ ലാംഗ്വേജിനെ റെസ്പെക്ട് ചെയ്യണം. ലൈവ് ആവുമ്പം നമുക്ക് പ്രേക്ഷകരുടെ ഒരു പ്രതികരണം അപ്പം തന്നെ കിട്ടുകയാണല്ലോ. അപ്പൊ അത്തരം പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഈ വേദികൾ പുറത്തൊക്കെ ചെയ്യുമ്പോഴൊരു? പ്രത്യേകിച്ച് ചേച്ചിയുടെ ഷോ ചെയ്യുമ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ മലയാളവും തമിഴ്, ഇപ്പം ഈ പുറത്തുള്ള ഓഡിയൻസ്, ഇപ്പോഴും കേരളത്തിലും അങ്ങനെ ആയിട്ടോ, പുറത്തുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അവർ നൊസ്റ്റാൾജിക്കാണ്. ഭയങ്കര നമ്മളെ കാണുമ്പോൾ അവർക്കൊരു വല്ലാത്തൊരു, പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ തന്നെ അവർക്ക് വലിയ കാര്യമാണ്.
അതിനപ്പുറത്ത് നമ്മളൊരു പാട്ടുകാരനോ പാട്ടുകാരിയാവുക എന്ന് പറയുന്നത് അതിലേറെ. അതിലും അപ്പുറത്ത് ചിത്ര ചേച്ചി എന്ന് പറയുന്ന ഒരു ഗായിക അവരെ മുന്നിലേക്ക് വരിക, ചേച്ചിയുടെ കൂടെ അത് ആ ഒരു സ്നേഹം എപ്പോഴും അവർ ഭയങ്കരമായിട്ടാണ്. ഇപ്പോൾ തമിഴ് ആണെങ്കിലും കന്നഡ, തെലുങ്ക് ഒക്കെ ആണെങ്കിലും അവർക്ക് ഒരു ആരാധന എന്ന് പറയുന്നത് ഒരു കുറച്ചധികമാണ്. ചേച്ചിയെ കാണുമ്പോൾ അവർ നേരെ വന്ന് കാലിൽ വീഴുക, അങ്ങനെ അവർ കണ്ണ് നിറഞ്ഞൊഴുകും, ഓരോരുത്തർ കരയാണ് ലിറ്ററലി. അപ്പൊ അത്രയും മനോഹരങ്ങളായ പാട്ടുകളാണ് അവർ തലയിൽ കൂടെ പോകുന്നത് അപ്പോഴേ. അപ്പൊ അതിലെ ഒരു അംശം ഞങ്ങൾക്കും കിട്ടും. അതാണ് ഭയങ്കരമായ ഇപ്പൊ മാത്രമല്ല അങ്ങനെയുള്ള പാട്ടുകൾ പാടാനുള്ള, അതായത് ഇപ്പൊ എസ് പി ബി സാറിന്റെ പാട്ടുകളൊക്കെ നമുക്ക് വേദിയിൽ പാടാനുള്ള ഒരു അവസരം കിട്ടുന്നത് ഈ ഒരു ചേച്ചിയുടെ പ്രോഗ്രാം. സാധാരണ നമ്മൾ ഇവിടെ പാടുന്ന പാട്ടുകളല്ലാതെ ഞാൻ പറയാം, അവരുടെയൊക്കെ അവര് വളരെ എന്താ പറയാ ആരാധനയോടെ കാണുന്ന കുറേ പാട്ടുകളുണ്ട് അവരുടെ ലാംഗ്വേജിൽ. അത് നമ്മൾ പാടിക്കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അവർക്ക് കിട്ടുന്നൊരു അനുഭൂതി ഉണ്ട്. ചിലർ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചില പാട്ടുകൾ പാടും. ചിത്ര ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ? എല്ലാം ഇഷ്ടം. യാത്രയായി സൂര്യാങ്കുരം, ഏകയായി നീലാംബരം, ആർദ്രമാം സ്നേഹം തേടി നോമായാരോ പാടി, ആ പാട്ട്. പിന്നെ ദൂരെ മാമരക്കൊമ്പിൽ ഒരു താരാജാലകൂട്ടിൽ, ആ പാട്ട്. ഇളവയിൽ വിരലുകളാൽ ലലലല ചായും ബിജുബാലേട്ടൻ്റെ പാട്ടാണ്. എത്രയോ പാട്ട്. ഇപ്പം തമിഴിലാണെങ്കിൽ എത്രയോ പാട്ടുകൾ. ഇപ്പം കല്യാണത്തെ നീല കായ്ച്ചാത പാലില, പിന്നെ മലർകൾ കേട്ടേ വനമേ തന്തனை തണ്ണീർ കേട്ടേ അമൃതം തന്തனை പാട്ട്. പിന്നെ ഓഫ് കോഴ്സ് ഉയിരേ ഉയിരേ ആ പാട്ട്. പിന്നെ മലർകളെ മലർകളെ ഇത് എന്ന കനവാ ഉരുകിയതേ எனது உள்ளம், விண்ணோடும் நீதான் மண்ணோடும் நீதான் കണ്ണോടും നീதான் വാ പാട്ട്. അങ്ങനെ എത്രയോ പാട്ടുകൾ ഇപ്പോഴും ചേച്ചി പാടും. ചേച്ചി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തന്നിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ട്, അതും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. മതിലേഖവിൻവാതിലിൽ ശരറാന്തൽ തിരിനീട്ടവേ, ഋതുവിൻ പരിമളമൊഴുകി നിശതൻ മൃദുലാളനമായി നീയുറങ്ങൂ, മതിലേഖവിൻവാതിലിൽ. ഈ പാട്ട് BK ഹരിനാരായണൻ എഴുതിയാണ്. ഇത് ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള നമ്പ്യാർ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ ബാംഗ്ലൂർ, അവർ പ്രൊഡ്യൂസ് ചെയ്തൊരു വർക്കാണ്. അവരുടെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദരസത്തെ പർവ്വതിനെഴുതാമോ ബാലേ, പർവ്വതിനെഴുതാമോ. ആ പാട്ട് മഴ എന്ന് പറയുന്ന സിനിമയിലെ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ, അത്. പിന്നെ അതേപോലെ ഈ പാട്ട് എനിക്ക് പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. പിന്നെ രാജഹംസമേ ഓഫ് കോഴ്സ്, അത് എല്ലാരും എപ്പോഴും കേൾക്കുന്നതാണെങ്കിലും ഒരുപാട് കേട്ടാലും ഇപ്പോഴും മടുക്കാത്തൊരു പാട്ടാണത്.